കുറച്ചു കാലമായി പുതിയ തരം വാഷിംഗ് മെഷീൻ ഇറങ്ങിയിട്ടുണ്ട്. ഏത് കറിയും നിഷ്പ്രയാസം തുടച്ചു നീക്കുന്ന പ്രത്യേക തരം മാജിക് ലിക്വിഡും ഉണ്ട്. എത്ര നീങ്ങാത്ത കറിയും അലക്കി വെളുപ്പിച്ച് പിഴിഞ്ഞെടുത്ത് പുത്തനാക്കും. എവിടെയാണെന്നറിയാമോ? അങ്ങ് BJPയുടെ ഡൽഹി ആസ്ഥാനത്ത്. ഇതിലെ സവിശേഷത എന്തൊക്കെയാണെന്ന് അറിയൂ? അവിടെ ഏത് അഴിമതിക്കറയും അലക്കി തേച്ച് വൃത്തിയായി ഉണക്കി മടക്കി പുത്തനായിട്ട് കൊടുക്കും. അങ്ങോട്ട് കയറി ചെല്ലുകയൊന്നും വേണ്ടെന്നേ. അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച് ഇരിക്കുവാണെങ്കിൽ ഈട് തന്നെ നേരിട്ട് വന്ന് വാരിയെടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടോളൂ. അതാണല്ലോ പതിവ്. ഓപ്പറേഷൻ താമര എന്നാണ് ഈ ഒരു പ്രോസസ്സിന്റെ പേര്. വല്ലാത്തൊരു വാഷിംഗ് മെഷീൻ അല്ലേ? AAP ഭരിക്കുന്ന പഞ്ചാബിൽ ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് വരികയല്ലേ? അപ്പൊ ചിലപ്പോ അഴിമതിക്കാരെയൊക്കെ പൊക്കി വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ അല്ലേ BJPക്ക് സമാധാനത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ രാജ്യസഭാ അംഗങ്ങളായ രാഘവ് ചന്ദ, മുൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്, അശോക് മിത്തൽ, സന്ദീപ് പാഠക്, സ്വാതി മലിവാൾ, വിക്രം സാനി, രജീന്ദർ ഗുപ്ത എന്നിവർ കൂട്ടത്തോടെ BJPയിലേക്ക് ചേക്കേറിയത്. രാഘവ് ചന്ദയാണെങ്കിൽ വലിയ മോഹങ്ങളൊന്നും ആഗ്രഹിക്കാത്ത ഒരു പാവം മനുഷ്യനാണ്. ഒരു കുഞ്ഞു കേന്ദ്രമന്ത്രി സ്ഥാനം അത്രയ്ക്കേ വേണ്ടൂ. എത്ര നിസ്സാരല്ലേ? BJPയുടെ ഓഫറും അത് തന്നെയാണ്. അപ്പോൾ ചന്തയ്ക്ക് തോന്നി ചൂലും പിടിച്ച് നിൽക്കുന്നതിലും നല്ലത് താമര തലയിലും ചൂടി ചാണകം കയ്യിലും വെച്ച് നടക്കാറ്. ഈ BJPയിലേക്ക് പോയവരിൽ അശോക് മിത്തൽ ഉൾപ്പെടെ 3 പേർ വ്യവസായ പ്രമുഖർ കൂടിയാണ്. അതിൽ അശോക് മിത്തയെ കഴിഞ്ഞ ദിവസം ED പിടിച്ച് കുടഞ്ഞായിരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ BJP ഡൽഹി ആസ്ഥാനത്തേക്ക് ഓടിയെത്തി വാഷിംഗ് മെഷീനിലേക്ക് ഒറ്റച്ചാട്ടം. പിന്നെ ഒരു കുളിയ അലക്കലും ഉണക്കലും. ആള് മിടുക്കനെ. ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആളുടെ സ്ഥാപനങ്ങളിൽ വ്യാപകമായി റെയ്ഡ് നടന്നിരുന്നു. പിന്നീടുള്ളത് സ്വാഭാവികമായ ചാട്ടം. ഓപ്പറേഷൻ താമരയുടെ തിയറി അറിയാലോ? പുരസ്കാർ തിരസ്കാർ. EDയെ കണ്ട് ഭയന്നാൽ BJP പുരസ്കാരം നൽകും. അലക്കി കുളിച്ച് വന്നാൽ നല്ലൊരു പദവി അങ്ങ് നൽകി സ്നേഹം വാരി വിതറും. ഭയന്നില്ലെങ്കിലോ കമ്പി അഴിക്കുള്ളിലും വേട്ടയാടലുകളും. അതിനൊന്നും ഇവരാരും തയ്യാറല്ലെന്നേ. ഒന്ന് അലക്കി കുളിച്ചാൽ തീരുന്ന പ്രശ്നത്തിന് എന്തിന് ഇരുമ്പറയിൽ കിടക്കണമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ വാദം. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 10 വർഷത്തിനിടെ കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിമാർ, MLAമാർ, MP മാർ ഉൾപ്പെടെ 400ഓളം കോൺഗ്രസ് നേതാക്കളാണ് BJPയിലേക്ക് കുടിയേറി പാർത്തത്. പക്ഷെ ഒന്നുണ്ട്, പോയവർക്കാർക്കും അലിഞ്ഞു തിരിയേണ്ടി വന്നിട്ടില്ല. BJPയുടെ മുഖമായി പല സ്ഥലങ്ങളിലും ഇവരൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കസേരകളിൽ വരെ ഇരിക്കുന്നു. ഈ ചാടിയവർക്ക് എല്ലാവർക്കും അഴിമതി പോലുള്ള കേസുകളിൽ മുങ്ങിക്കുളിച്ചവരാണെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. അതിന് ഉത്തമ ഉദാഹരണമാണ് സുവേന്ദു അധികാരി. മമതാ ബാനർജിയുടെ വലങ്കയ്യായിരുന്നു. ശാരദ ചിട്ടി ഫണ്ട് അഴിമതി കേസിൽ CBI തൂക്കുമെന്ന് അറിഞ്ഞ നിമിഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസ്ഥാനത്തെത്തി അലക്കി കുളിച്ചു. ഇപ്പൊ BJPയുടെ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ്. എങ്ങനെയിരിക്കുന്നു? അശോക് ചവാൻ, ബസവരാജ് പാട്ടീൽ, റാണ ഗോസ്വാമി, ജഗദീഷ് ഷെട്ടാർ, നാരായൺ റാണെ, ജ്യോതിരാദിത്യ സിന്ധ്യ, SM കൃഷ്ണ, അമരീന്ദർ സിംഗ്, അരവിന്ദ് സിംഗ് ലവ്ലി, സുരേഷ് പച്ചൗരി, റീത്ത ബഹുഗുണ ജോഷി. നേരത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസിൽ നിന്ന് പോയ 400ഓളം പേരിൽ പ്രമുഖരായ ചിലരാണിത്. പലരും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടായിരുന്നവരാണ്. ഇപ്പോ BJPയുടെ വാലാട്ടികളും. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ BJPയുടെ പുരസ്കാർ തിരസ്കാറിൽ പുരസ്കാരം വാങ്ങിക്കൂട്ടിയവർ. BJP ഭരിക്കുന്ന ആസാം, ത്രിപുര, അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മുൻ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഇവരെ ഇതുപോലെ തന്നെ ചാണകവെള്ളത്തിൽ മുക്കിയെടുത്താണ് വെളുപ്പിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ EDയെ പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഇറക്കിക്കൊണ്ട് വാഷിംഗ് മെഷീനിലേക്കുള്ള അഴുക്കുകളെ തേടിപ്പിടിച്ച് എത്തിക്കുക. ഇതാണ് മോദിയുടെ ക്ലീൻ ഇന്ത്യ, എ വൈറ്റ് വാഷ് ക്ലീനിങ് പ്രോസസ്.